ആന്ന് ഞാൻ പറഞ്ഞു ഇതേപോലെ വെട്ടി വെച്ചു. ആ മോൾ എന്നെ 100 മേടിച്ചു. എൻ്റെ ഇത് 200 മേടിച്ചു. അയ്യോ വെട്ടണ്ടായിരുന്നു. ഈ പെണ്ണ് ചേർത്ത് കഴിഞ്ഞിട്ട് വെട്ടിയതാ. എന്നെ പോലെ വെട്ടാൻ നോക്കിയതാ. പക്ഷെ വൃത്തികേടായി. എന്നിട്ട് മോളെ ഞാനും ഈ പിള്ളേരെ മുടി വെട്ടുന്ന സമയത്ത് എന്നെ ഒരുത്തി ഇങ്ങനെ വിളിച്ചു വിട്ടാ. ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ എന്നെയാണോ എനിക്കൊരു ഡൗട്ട്, അല്ല ബംഗാളിനാണെന്ന് പറഞ്ഞു. പുള്ളിക്കാർ പറഞ്ഞു ഈ തന്നെയാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനുണ്ടായിരുന്നില്ല മോളെ കൂളിംഗ് ക്ലാസ്സിൽ വെച്ച് പറയാം. എന്നോട് ചോദിക്കുകയാണ് ലിജി ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നു. നമ്മൾ എന്തിനും ഒന്ന് വാ എന്ന് പറഞ്ഞു. ആ ഓക്കെ ഞാൻ വരാൻ തോന്നി. ഈ റൂമിലേക്ക് ഒന്ന് വരുമെന്ന് വെച്ചു. ഞാനെന്താക്കി മറ്റാ 2 ഇടാക്കി. എന്നിട്ട് ഞാനെന്താ അവൾ സത്യം എന്നിട്ട് ഈ മൈനായി എന്നോട് പറഞ്ഞു അത് അറിയില്ല അവൾക്ക്. എന്നിട്ട് കേക്ക് ഞാൻ പതുക്കെ റൂമിലോട്ട് പോയിട്ട് അവനോട് പറയാം എനിക്ക് ഇവിടെ പിടിക്കുമെന്ന്. സത്യേച്ചി എന്നോട് പറഞ്ഞു, സീരിയസ്ലി എന്നോട് പറഞ്ഞു വേഗം നോക്കൂ. എന്നിട്ട് എന്നോട് ചോദിക്കുക ലിജി എൻ്റെ സാധനം പൊന്തി എൻ്റെ തൊട്ട് തരുമോ തലോട് തരുമോ എന്ന് ചോദിച്ചു. അവൻ പെരുമ്പാവൂർ പ്രവേശിച്ചാൽ അത് അത് കുറ്റിയിട്ടില്ല ഭണ്ഡാരം. ഒന്നും ഏത് കയറി നടിക്കില്ല. ഇങ്ങോട്ട് ഇതിനെ കുഞ്ഞാറ്റെ കുളിക്കാനോടി. നീ ഡ്രസ്സ് മാറിട്ടെ. ഇനിയിപ്പോൾ എവിടെയും പോകണമെങ്കിൽ ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സ് അങ്ങോട്ട് കഴിച്ചിട്ടോ എവിടെയും പോണെങ്കിൽ ചക്ക വെട്ടായി. അമ്മ ഇറച്ചിക്കറി വയ്ക്കാൻ അമ്മച്ചനെ. ബീഫ് ചക്ക വെട്ട ഞാനും വരാം. ചക്ക വെട്ടാൻ ചക്ക ബീഫ് എങ്ങനെ നോക്കിയാക്കണേ. വലുതാക്കി നോക്കിക്കോ. ഇപ്പൊ അല്ലേ ചിക്കൻ പീസ് വലുതാക്കി നോക്കണമെങ്കിൽ ചെറിയ പീസ് ഒന്നും വേണ്ട. ലിജി അത് ലെയർ കട്ടല്ല, അതിൽ കട്ട് മാത്രമേ ഉള്ളൂ, ലെയറില്ല. എനിക്ക് മുള്ളാൻ പോടാ കറങ്ങി ആരാ എൻ്റെ അമ്മ. ഉപ്പ് പൈസയൊക്കെ തീർന്നു. കേട്ടാവേ എൻ്റെ അമ്മ. എവിടെ ബീഫ്? ഇതെല്ലാം വെച്ചോ? അത് വല്ലാം വയ്ക്കാം.